ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് അഡിയോസ് അമീഗോ എന്ന് പറയുന്ന മലയാള സിനിമയെ കുറിച്ചിട്ടാണ്. സോ ഈ ഒരു സിനിമയിൽ നായകന്മാരായിട്ട് വരുന്നത് നമ്മുടെ ആസിഫ് അലിയും അതുപോലെ തന്നെ സുരാജേട്ടനുമാണ്. നഹാസ് നാസർ ആണ് ഇത് ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ആഷിഖ് ഉസ്മാൻ ആണ് പ്രൊഡക്ഷൻ. അതുപോലെ തന്നെ ജെയ്ക്സ് ബിജോയും ഗോപി സുന്ദറാണ് മ്യൂസിക് സൈഡിലുള്ളത്. സോ ഈ ഒരു കാര്യങ്ങളിലുപരി എന്തുവാണ് ഈ ഒരു സിനിമയെ കാത്തിരിക്കാൻ വേണ്ടി. ഈ ഒരു സിനിമ ഇന്നലെ കാണാൻ പറ്റിയില്ല. സോ ഇന്ന് ആ ഒരു സിനിമ പോയി കണ്ടു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു സിനിമ കാണുന്നതിന് വേണ്ടിയിട്ട് ആസിഫ് അലിയുടെ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സുരാജേട്ടൻ്റെ ആണെങ്കിലും കുറച്ചധികം കോമഡികൾ ഈ ഒരു സിനിമയിൽ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷകൾ ഈ ഒരു സിനിമയുടെ ആരംഭ കാലഘട്ടം മുതൽക്ക് തന്നെ നമുക്ക് തരുന്നുണ്ട്. സോ അത്തരത്തിലൊരു അഴിഞ്ഞാട്ടം, കോമഡിയുടെ അഴിഞ്ഞാട്ടം കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ കാണാൻ കയറിയിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു പ്രതീക്ഷകളൊക്കെ നിലനിർത്തുന്ന രീതിക്കാണ് ഈ ഒരു സിനിമ തുടങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ കാണിക്കുന്ന ആസിഫ് അലിയുടെ ഓവർ ദ ടോപ്പ് ക്യാരക്ടറൊക്കെ, ഓവർ ദ ടോപ്പ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് ആക്ഷൻ സംഭവങ്ങൾ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ഒരു നോർമൽ ആൾക്കാർ ബിഹേവ് ചെയ്യുന്നതിന് മുകളിൽ നിന്നുകൊണ്ടാണ് ഇയാളുടെ ഒരു പെരുമാറ്റം കാര്യങ്ങളൊക്കെ, ഒരു അബ്നോർമൽ എന്നൊക്കെ പറയാവുന്ന രീതിക്കാണ് ഇയാളുടെ പെരുമാറ്റമൊക്കെ. അതുപോലെ സുരാജിന്റെ എപ്പോഴത്തെയും പോലെ തന്നെ ഒരു സാധാരണക്കാരന്റെ ഒരു കൈലിമുണ്ടും ഒരു ഷർട്ടും അതുപോലെ തന്നെ ഒരുപാട് പ്രാരാബ്ദം നിറഞ്ഞ ഒരു ക്യാരക്ടർ. പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. സുരാജേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിനിമയ്ക്കകത്ത് കോമഡി എന്ന് പറയാനായിട്ട് അധികം ചെയ്യാനൊന്നുമില്ല. പക്ഷെ എപ്പോഴത്തെയും പോലെ തന്നെ സീരിയസ് റോളുകളിലൊന്നാണ് ഈ ഒരു സിനിമയ്ക്കകത്തും. അതുപോലെ തന്നെ ആസിഫ് അലിയാണ് കുറച്ചും കൂടി കോമഡി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. പക്ഷെ അതൊരു പരിധി വിട്ട് കഴിഞ്ഞപ്പോൾ ഒരു റബ്ബർ ബാൻഡ് വലിച്ചു നീട്ടിയ അവസ്ഥയാണ് ഈ ഒരു സിനിമ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് വരാം. അതുപോലെ തന്നെ പ്രകടനങ്ങൾ എടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ഈ ഒരു സിനിമയ്ക്കകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും സുരാജും ആസിഫ് അലിയും ഒരു സീനിൽ പോലും ഇല്ലാതിരുന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ സുരാജിന്റെയും ആസിഫ് അലിയും ഒഴിച്ചു നിർത്തിക്കാൻ എനിക്ക് കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അനഘയുടെ ക്യാരക്ടറും അതുപോലെ തന്നെ വിനീത് തട്ടിലിന്റെ ക്യാരക്ടറൊക്കെയാണ് എടുത്ത് പറയത്തക്ക രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ബാക്കി ഷൈൻ ടോം ചാക്കോന്റെ ഒക്കെ ക്യാരക്ടർ വരുന്ന സമയത്തൊക്കെ വൻ അരോചകമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലറായി പോകും. സ്പോയിലറൊന്നും പറയാനൊന്നും ഇല്ല. ഈ ഒരു സിനിമയ്ക്കകത്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എങ്ങടാണ് പോയി അവസാനിക്കുന്നതെന്നൊക്കെ. പക്ഷെ ഇത് 2 മണിക്കൂർ 38 മിനിറ്റോളം ഉണ്ട് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. വെറും 2-2.25 മണിക്കൂറിനുള്ളിൽ ഒതുക്കേണ്ട ഒരു സിനിമ 2.25 മണിക്കൂറിനടുത്തേക്ക് വലിച്ചു നീട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് ദുസ്സഹമായിട്ടുള്ള അവസ്ഥകളുണ്ട്. അതിൽ ഏറ്റവും ക്രിഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്റർവെൽ പോർഷനാണ്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. എനിക്ക് പോവാനാണ് ഇന്റർവെൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പക്ഷെ പിടിച്ചിരുന്നു, കുഴപ്പമുണ്ടായില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കണ്ട ഈ ഒരു സിനിമയ്ക്കകത്ത് തുടക്കം മുതൽക്കേ കണ്ടിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ വീണ്ടും 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 വന്ന് ഒരേ സാധനങ്ങൾ തന്നെ ഇട്ടിട്ട് വലിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു ഫീലാണ് എനിക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത്. പടത്തിൽ ഉടനീളം തുടക്കത്തിലുണ്ടായിരുന്ന ഇവരുടെ ആ ഒരു കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് പോകെ ഇങ്ങനെ വലിച്ചങ്ങോട്ട് വലിച്ചെത്തിച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ കുറച്ചെങ്കിലും സമാധാനം തന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ജെയ്ക്സ് ബിജോയാണ്. ആള് എപ്പോഴത്തെയും പോലെ തന്നെ കിഡുമായിട്ട് സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ഒരു ഫീൽ ഗുഡ് പടത്തിലേക്കാണ് മൂപ്പര് പിടിച്ചിരിക്കുന്നത്. അത് അത്യാവശ്യം നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. അതിലുപരി ഈ ഒരു സിനിമ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഒരുപാട് പൈസ ഉണ്ടായിട്ട് കാര്യമില്ല. ആൾക്കാരെ സഹായിക്കാൻ ഉപകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു പൈസയും കൊണ്ട് പ്രയോജനം എന്നുള്ളതാണ് ഈ ഒരു സിനിമ ഒരു കുറച്ചെങ്കിലും മെസ്സേജ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് കൊടുക്കാനുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. അതിനുപരി പ്രത്യേകിച്ച് ഈ ഒരു സിനിമയ്ക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. പിന്നെ സുഹൃത്ത് ബന്ധങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാർട്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ആസിഫ് അലിയുടെ ഒരു ഫ്ലാഷ് ബാക്ക് പരിപാടി പറയുന്നുണ്ട്. അതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ആ ഒരു ഓവർ ദ ടോപ്പ് ക്യാരക്ടറായി മാറിയതിന്റെ പിന്നിലെ കാരണങ്ങൾ പറയുന്നതൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനപ്പുറത്തേക്ക് ഒരു വലിയ സംഭവങ്ങൾ ഈ ഒരു സിനിമ പറയാനുണ്ടോ ചോദിച്ചാൽ ഒന്നുമില്ല. കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. പടം ഓവറോൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് സീൻസ് അവിടെയും ഇവിടെയും നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ എന്നെ സംബന്ധിച്ച് ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു സിനിമാ അനുഭവമാണ് അഡിയോസ് അമീഗോ തന്നിട്ടുള്ളത്. സോ ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. എല്ലാവർക്കും ഇതുപോലെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇത് നിങ്ങൾ കണ്ടിട്ട് തന്നെ വിലയിരുത്തുക. അടുത്തുള്ള തിയേറ്ററിൽ കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പോയി കാണാൻ ശ്രമിക്കാം. എന്തായാലും ഓഗസ്റ്റ് 15 ഒക്കെ ഒരുപാട് റിലീസുകൾ വരുന്നുണ്ട്. ആ ഒരു റിലീസിനിടയ്ക്ക് മിക്കവാറും ഇത് മുങ്ങി പോകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കാരണം അത്രയധികം ഹെവി റിലീസുകളാണ് 15 റിലീസ് ചെയ്യാനുള്ളത്. മലയാളത്തിൽ നിന്നല്ല, എസ്പെഷ്യലി തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നൊക്കെ ഒരുപാട് പടങ്ങൾ റിലീസ് ആവാനുണ്ട്. സോ എന്തായാലും കാത്തിരുന്ന് കാണാം ഈ ഒരു സിനിമ എങ്ങനെ ബോക്സ് ഓഫീസിൽ പെർഫോം ചെയ്യുന്നുള്ളത്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.